എല്ലാവർക്കും ചന്ദ്രകാന്തും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോ ഞാൻ വിചാരിച്ചു നമ്മുടെ അർജുൻ നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് വരുന്നൊരു രംഗങ്ങളൊക്കെ തന്നെ ആയിരിക്കട്ടെ. പക്ഷെ അർജുൻ്റെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. നമ്മുടെ നന്ദയുടെയും പിങ്കിയുടെയും രംഗങ്ങൾ തന്നെയായിട്ട് ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പിങ്കി നമ്മുടെ അർജുൻ്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, പൂവൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു മാലയിൽ നോക്കി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതം തിരികെ പിടിക്കാൻ നോക്കുവാണ് നന്ദയിലൂടെ തന്നെ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ, നന്ദയിൽ നിന്നും ഗൗതമിനെ പിടിച്ചു മാറ്റി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പറിച്ചു നടാൻ പോകുകയാണെന്നിട്ട് നമ്മുടെ പിങ്കി പറയുന്നത്. അപ്പൊ ഈ ആ ഒരു ഫോട്ടോ നോക്കി നമ്മുടെ പിങ്കി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദ കേൾക്കുന്നുണ്ട്. നന്ദ എന്നിട്ട് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഡയലോഗ് ഒന്നും പറയുന്നില്ല. പക്ഷേ നന്ദ എന്തൊക്കെയോ ദേഷ്യത്തിൽ നമ്മുടെ പിങ്കിയോട് പറയുന്നതും പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ നന്ദ ആ ഒരു പിങ്കിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയില് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ നന്ദയുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇത് മിക്കവാറും നമ്മുടെ വല്യമ്മയുടെ ചുവട്ടിലെത്തിച്ചാൽ പിന്നെ പിങ്കിയുടെ ആരെയും കട്ടപ്പോക അല്ലേ. പിങ്കിക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുള്ളത് കാര്യം നമ്മുടെ വല്യമ്മയ്ക്ക് അറിയില്ല. അപ്പൊ വല്യമ്മയുടെ വിചാരം ഇപ്പോഴും നമ്മുടെ പിങ്കി അർജുനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ വല്യമ്മയുടെ വിചാരം. അപ്പം ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ നന്ദ ചെയ്തു കൂട്ടാൻ പോകുന്നത്? നമ്മുടെ അർജുൻ പുതിയ ഒരു അർജുൻ്റെ പേര് നിർമ്മൽ എന്നാട്ടോ. അപ്പം നിർമ്മലിൻ്റെ ഇന്ത്യവരത്തിലേക്കുള്ള വരവ് എപ്പോഴായിരിക്കും? ആ ഒരു വരവിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലേ? അപ്പം എന്തൊക്കെയായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.